നമസ്കാരം. ഞാൻ ഹിമാലയത്തിലുള്ള സമയത്ത് അവിടെ ഒരാളുടെ അയാൾക്കൊരു 10-60 വയസ്സൊക്കെ ഉണ്ടാവണം ആ കാലഘട്ടത്തിൽ. വയറിൻ്റെ ഒരു ഭാഗത്ത് ഉള്ളിലൊരു ഫുട്ബോൾ കയറ്റി വെച്ച പോലെയാണ്. വയറിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മുളച്ച് നിൽക്കും. അസുഖമാണ് അയാൾക്ക്. അവിടെ അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ. റായ്വാല എന്നൊരു സ്ഥലത്താണ്. അവസാനം അവിടെ ഗൂർഖ ക്യാമ്പുണ്ട്. അതിലൊരു വലിയ ക്യാപ്റ്റനോ ബ്രിഗേഡിയറോ അതോ അങ്ങനെ കേണലോ അറിയില്ല, ഒരു സ്വിങ്ങരെ കണ്ടപ്പോൾ നടക്കാനും വയ്യ അതിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം നിർത്തി ഏതാ പ്രശ്നം വെച്ചപ്പോൾ ഇങ്ങനെയൊക്കെ വയ്യ, വാസ്തവത്തിൽ എന്താണ് ഈ വയറിൻ്റെ ആണ് പ്രശ്നങ്ങൾ. അത് പിന്നെ സീരിയസ് ഏതായാലും ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ പറയുന്ന ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അതിൻ്റെ ചിലവൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അവിടെ പോയ സമയത്ത് ഇതിനകത്ത് ദഹിക്കാതെ കിടക്കുന്നൊരു പിണ്ടം, അതിന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, മേലോട്ടുമില്ല കീഴോട്ടുമില്ല, ഒന്നുമില്ല ഛർദ്ദിച്ച് പോവുക അല്ലെങ്കിൽ വിസർജിച്ച് പോവുക, രണ്ടുമില്ല, സ്റ്റക്കായിരിക്കുകയാണ്. ഇങ്ങോട്ടുമില്ല താഴോട്ടുമില്ല, സ്റ്റക്കായിരിക്കുകയാണ്. എന്തിനു പറയുന്നു, അവിടെ ആശുപത്രിയിലായിരുന്നു. ചില മരുന്നുകളും മറ്റുള്ള ഗ്ലൂക്കോസും എല്ലാം കൊടുത്ത് ഇതിനെ കലക്കി പുറത്ത് കളഞ്ഞപ്പോൾ ഏകദേശം ഒരു ഫുട്ബോളിൻ്റെ വലുപ്പത്തിലുള്ള പിണ്ടം, ആനപ്പിണ്ടം പോലൊരു പിണ്ടമാണ് പുറത്തേക്ക് പോയതെന്നാണ് പറയുന്നത്. അവരെന്ത് ഓപ്പറേറ്റ് ചെയ്തെടുക്കുക മറ്റോണ് ചെയ്തത്. ഞാനിത് പറയാൻ കാരണം, ഇന്നിപ്പോൾ ആ മലം കൊണ്ടുള്ള ആ പിണ്ടം പോലെ ആയിരിക്കുകയാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ആര്? ഇന്ത്യയിലേക്ക് കയറി വന്ന ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ. ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഓരോരുത്തരെ മാറ്റിയെടുത്ത് ഓരോ ചെക്ക് പോസ്റ്റിലും കാറിലും എല്ലായിടത്തും വിളിച്ചു വരുത്തി, എവിടെ നിൻ്റെ നാട്, ഏത് സ്കൂളിലാണ് പഠിച്ചേ, എന്താ പേര്, സംസാരിക്കുമ്പോൾ അറിയാൻ ബംഗ്ലാദേശിയാണെന്ന് അറിയാൻ പറ്റും. ആധാർ കാർഡുണ്ടോ, പാസ്പോർട്ടുണ്ടോ, രേഖകളുണ്ടോ, ഒന്നുമില്ല, എന്നാൽ നടക്ക്. അങ്ങനെ അതിർത്തിയിൽ കൊണ്ട് അങ്ങോട്ട് കടത്തിവിടാൻ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഏതൊരു രാജാവിൻ്റെ ഒരു സ്വർഗ്ഗമുണ്ട്, അങ്ങോട്ട് കയറുമ്പോൾ അവിടെ നിന്ന് ചവിട്ടും, ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മേലോട്ട് ചവിട്ടും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, ആളുടെ പേര് ഓർക്കുന്നില്ല. എനിവേ, അപ്പോൾ അതിർത്തിയിൽ കൊണ്ട് അങ്ങോട്ട് തള്ളി വിടാൻ നോക്കുമ്പോൾ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? ഇന്ത്യൻ അതിർത്തിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ത്രിശങ്കു സ്വർഗം എന്നോ മറ്റോ പറയുക. ഇവിടെയുള്ള ആൾക്കാരങ്ങനെ സ്വർഗത്തിലേക്ക് ചവിട്ടി മേലോട്ട് ഉയർത്തും. അപ്പോൾ സ്വർഗത്തിലുള്ള മറ്റുള്ള ഇങ്ങനെ എതിരാളി അവിടുന്ന് ചവിട്ടി താഴോട്ട് എത്തും. അങ്ങനെയാണ് ഈ എയറിൽ നിൽക്കുക എന്ന് പറയാം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇപ്പോൾ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് പാർട്ടികൾ. ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് തള്ളി വിടുമ്പോൾ അവിടെ മനുഷ്യ മതിൽ തന്നെ തീർക്കാനാണ് അവിടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് തള്ളി വിടുമ്പോൾ ഇങ്ങോട്ട് തള്ളുന്നു, അങ്ങോട്ട് തള്ള് എന്നുള്ള അവസ്ഥ, അങ്ങോട്ട് തള്ള്, അതിൻ്റെ നടുവിൽ കുറേ മനുഷ്യക്കോലങ്ങൾ. മുഴുവൻ മുസ്ലിങ്ങളാണ്. ഡൽഹിയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കുറേ കാലം ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ അതൊന്നും കൂടിയും തീവ്രമായി. കാരണം എന്താണ്, ഇത്തരം ആളുകൾ അതുമല്ല നമ്മുടെ വീഴ്ചയല്ല, പറഞ്ഞാൽ ബംഗ്ലാദേശും അല്ല, ഇന്ത്യക്കാരനുമല്ല, ബംഗ്ലാദേശിൽ ജനിച്ചു ഇവിടെ വളരുന്നു, ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നു എന്നും പറഞ്ഞ പോലെ അതിർത്തി ഉല്ലംഘിച്ചാണ് കടന്നു വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് വേണം? ഇപ്പോൾ ഇവരവിടെ ജയിച്ചിട്ടുള്ളത് BJP ആണ് ജയിച്ചിട്ടുള്ളത്, സംഘപരിവാറാണ് ജയിച്ചിട്ടുള്ളത്. മറ്റെല്ലാത്തിനും തോറ്റു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ മമതാ ബാനർജിയെ തൂത്തുവാരിയിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് 1 സീറ്റോ 2 സീറ്റോ മറ്റോ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അപ്പോൾ തൂത്തുവാരി എടുത്തു എന്ന് പറയാം BJP. അതിൻ്റെ ഇമ്പാക്റ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരെയും ഒരു കാലഘട്ടത്തിൽ ഈ വരുന്ന ആളുകൾക്ക് സുരക്ഷ കൊടുത്തിരുന്നത് മമതാ ബാനർജിയാണ്. വോട്ടിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരുന്നത്. കേരളത്തിൽ കാണുന്നുണ്ടല്ലോ, ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ന്യൂനപക്ഷ സമുദായത്തെ ഉയർത്തി ഇപ്പം എന്തായി, ഭൂരിപക്ഷ സമുദായം ഇപ്പോൾ എന്തായാലും എയറിലായി, എന്താ പറയുക, അവരിപ്പോൾ ഗതികേടിലായി എന്നർത്ഥം, പിച്ച തെണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നർത്ഥം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം. ഇതേപോലെ തന്നെയാണ് ബംഗാളിലുണ്ടായിരുന്നത്.
ബംഗാളിൽ കുടിയേറി വരുന്ന ഇൻഫിൽട്രേഷൻ നടത്തി വരുന്ന ബംഗ്ലാദേശികൾക്ക് പ്രത്യേക സാന്ത്വനം, പ്രത്യേക ആദരവ് എന്ന രീതിയിൽ പ്രത്യേക സ്ഥാനയ്ക്കും കൊടുത്തിരുന്നു. അവരുടെ വോട്ടും വാങ്ങിച്ചുകൊണ്ടാണ്, ആ വോട്ട് മുഴുവൻ മമതയ്ക്കുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ ആ പാർട്ടികളെ മുഴുവൻ കണ്ടുപിടിച്ച് വാഷ്ഡ് ഔട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ നമ്മുടെ അമിത്ഷായാണ്. അവിടെ ഉന്നതതല ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നം, അതായത് ബംഗ്ലാദേശിൽ ഇങ്ങോട്ട് വരണ്ട, മാന്യം മര്യാദയ്ക്ക് ആ രാജ്യത്തുനിന്ന് കുടിയേറിയിട്ട് നുഴഞ്ഞു കയറിയിട്ട് ഇവിടെ വന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് അവിടേക്ക് അയക്കുമ്പോൾ അവരെ ബാധ്യതയാണ് സ്വീകരിക്കേണ്ടത്. ഇവിടേക്ക് വേണ്ട. അപ്പം എന്തുണ്ടാകുന്നു? അവിടെ നടത്തുന്ന ചർച്ചകൾ പൊളിയുന്നു. ഇപ്പം ഇന്ത്യ ഭരിക്കുന്നത് പണ്ടത്തെ കോൺഗ്രസ് അല്ല. ഇപ്പം ഇന്ത്യ ഭരിക്കുന്നത് RSS ആണ്. ആയതുകൊണ്ട് തന്നെ ഈ പിടിച്ച ആളുകളെ കൃത്യമായിട്ട് 100% ഉറപ്പാണ് വല്ല ബംഗാളിലും കൊണ്ടടയ്ക്കും, അല്ല അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടടയ്ക്കും. അല്ലെങ്കിൽ അത് അവിടെ സ്വീകരിക്കുകയാണ് നല്ലത്. അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങൾ തൊഴിലന്വേഷിച്ച് ഇങ്ങോട്ട് കടന്നു വന്നു, അത്ര മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളവിടെ കടക്കുമെന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ലെങ്കിൽ തൃശങ്കു സ്വർഗത്തിലാകപ്പെട്ട പോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഛർദ്ദിക്കുമില്ല, തൂറിപ്പോവില്ല, അതൊരവസ്ഥയിൽ വയറ്റിൽ എടുക്കുന്ന മറ്റേ മലം പിണ്ടത്തിൻ്റെ പോലെയായിട്ട് മാറിയിരിക്കുകയാണ് അവരവിടെ. നല്ല കാര്യങ്ങളിൽ സമരസപ്പെട്ട് ഒരു സന്ധി ഉണ്ടാക്കി, ഒരു പാക്റ്റ് ഉണ്ടാക്കി അതിന് ശ്രമിക്കുന്ന സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യയും മറ്റേ ബംഗ്ലാദേശും തമ്മിലുള്ള ആ ഒരു നല്ല ബന്ധം, വരാനിരിക്കുന്ന നല്ല ബന്ധത്തെ മുഴുവൻ തകർക്കുന്ന നീക്കമായിട്ട് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള പുഷ് ഇൻ അഥവാ നിയമവിരുദ്ധമായിട്ടുള്ള തിരിച്ചയക്കൽ പ്രക്രിയ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിർത്തിയിലെ വെടിവെപ്പ് ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയായ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യയിലുണ്ട് ജമാഅത്തെ ഇസ്ലാമി, ഇത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമരം. 11 കക്ഷി സഖ്യം ഇന്ത്യൻ അതിർത്തിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിഷേധ റാലികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ കുനിയൻ മതിച്ചാൽ ഗോപുരം കുത്താനാവില്ല, കാള വീർപ്പിച്ചാൽ പൊട്ടിത്തെറിക്കുന്ന തവള വീർപ്പിച്ചാൽ കാളയാവില്ല, തവള പൊട്ടിത്തെറിക്കുന്നു മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ അതിർത്തിക്ക് അപ്പുറത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രകോപനമാവും. പിന്നെ ലോകമറിയാതെയായിരിക്കും കാര്യങ്ങൾ നടക്കുക. സ്ട്രാറ്റജിക്കലോ എന്തായാലും പറയാം, സ്ട്രാറ്റജിക്കൽ എന്തോ ഒരു അറ്റാക്ക് ഉണ്ട്, എപ്പോഴാണ് നടക്കാറില്ല. പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. 56 ഇഞ്ചുകാരനാണ് ഭരിക്കുന്നത്, ആണൊരുത്തനാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവരിപ്പോൾ സത്യത്തിൽ ചെയ്യുന്നത് ഹൈടെൻഷൻ വയർമേ ഇലക്ട്രിസിറ്റി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് തൊടും, കഴിഞ്ഞു, പൊടിഞ്ഞാട് പോകും. ആ ഹൈടെൻഷൻ വയർമേ അപ്പോൾ തൊടാൻ നിൽക്കുന്നത് ഈ ബംഗ്ലാദേശികൾ. ഈ വെള്ളിയാഴ്ച ജൂൺ 12 ഇന്നലെയോ മറ്റോ ആണ്, ബംഗ്ലാദേശിലെ വിവിധ അതിർത്തി ജില്ലകൾ അതുപോലെ പ്രധാന അതിർത്തി പോസ്റ്റുകളിലൊക്കെ വൻ പ്രതിഷേധങ്ങൾ നടത്താനാണ് തീരുമാനം. അവർ തിരിഞ്ഞ് നിന്നൊരു കീഴ്ശ്വാസം വിട്ടോട്ടെ, അതൊന്നും കുഴപ്പമില്ല, വലിയ വർത്താനൊന്നും പറയണ്ട, അത്രേ പറ്റുള്ളവർക്ക്. ഇതിന് പിന്നാലെ ജൂൺ 15 തലസ്ഥാനമായിട്ടുള്ള ഢാക്കയിൽ വൻ ജനകീയ പ്രകടനം, അതും ഈ സഖ്യം സംഘടിപ്പിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ ഉമ്മാക്കി കാണിക്കൽ മാത്രമാണ്, അവർക്കവിടെ വലുതാവാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ. ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പതനത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്, വിദ്യാർത്ഥി സംഘടനയാണ് നാഷണൽ സിറ്റിസൺ പാർട്ടി NCP. ഇന്ത്യൻ അതിർത്തിയിൽ ബംഗ്ലാദേശി പൗരന്മാരെ അണിനിരത്തി ഹ്യൂമൻ ഷീൽഡ് മനുഷ്യമതിൽ തീർക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടാവും? ഇവിടെ അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകൾ, ഇപ്പം നമ്മൾ പ്രവാസികൾ ഒരുപാടുണ്ട്, ദുബായിൽ പ്രവാസികൾ ഒരുപാടുണ്ട്, 20-30 വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ എന്തെങ്കിലും ലഹളയും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അവിടെ വൃത്തിയായിട്ട് കാണിച്ചാൽ എല്ലാത്തിനും കൂടി ഇവിടെ പിടിച്ചുവിടും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇന്ത്യക്കാർ പറയാം ഇങ്ങോട്ട് അയക്കണ്ട. അപ്പോൾ അവരുടെ സ്ഥിതി എന്തായിരിക്കും? പിന്നെ അറബിക്കടലിൽ കൊണ്ടിടുക. ബംഗ്ലാദേശിൽ
അധികാരത്തിലുള്ള പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ്റെ BNP സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിനുമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിധ പ്രവൃത്തികളിലൂടെ ഇന്ത്യ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ BSF അതിർത്തി രക്ഷാസേന ഉപയോഗിച്ച ആളുകളെ ബംഗ്ലാദേശിലേക്ക് ബലമായിട്ട് തള്ളിവിടാൻ ശ്രമിക്കുകയാണെന്ന് ജമാഅത്ത് ഇസ്ലാമി കോർഡിനേറ്ററും മുൻ MP-യുമായിട്ടുള്ള AHM ഹമീദുർ റഹ്മാൻ ആസാദ് 3 മാസത്തിനിടെ അതിർത്തിയിൽ എന്തെങ്കിലും പേര് ഹമീദുർ റഹ്മാൻ ആസാദ് ധാക്കയിൽ വാർത്താസമ്മേളനം നടത്തി ആരോപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ അതിർത്തിയിൽ ഇത്തരമുള്ള 50-ലധികം സംഭവം ഉണ്ടായതായും 2479 പേരെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചതായിട്ടും ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു കേസ് ഇതിപ്പോൾ നമ്മളുടെ മലപ്പുറത്ത് ഇതിപ്പോൾ ഇന്നലെ ഒരു സ്ത്രീയെ പിടിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശിയാണ്. അപ്പോൾ അവിടെ നിന്ന് കടന്നു വന്നിട്ട് ബംഗാളിൽ മാത്രമല്ല സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. കാണാൻ കൊള്ളാത്ത പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് ചാക്കിട്ട് മൂടിവിട് നിർത്തും. ഇന്ത്യയല്ലേ, എത്ര പേരെ എങ്ങനെ അളന്നാലും ഇന്ത്യയിൽ കുറേ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെയും ജീവിക്കും. ഇതിപ്പം മലപ്പുറത്ത് ആരോ പറഞ്ഞത് മലപ്പുറത്ത് 1 2 താമി 10,000 പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഉണ്ടത്രേ. അപ്പോൾ അവിടെയും കടുപ്പിക്കാൻ പോകാൻ നിയമം. ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീയെ പിടിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത്, എൻ്റെ ദൈവമേ, അവരുടെ വർത്തമാനത്തിലൂടെ മനസ്സിലാക്കുന്നത് കുറേ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂർ ഇന്നലെ മിനിഞ്ഞാന്ന ഒരു ട്രെയിൻ നിറച്ച ആൾക്കാർ, ഒരു സുപ്രഭാതത്തിൽ 1000 ആൾക്കാർ. ഈ വരുന്നവർ ബംഗ്ലാദേശികളാണോ, അതിന് ബർമ്മക്കാരാണോ, റോഹിംഗ്യൻസാണോ, എന്ത് കൊലപാതകം എന്തെല്ലാം ചെയ്തവിടെ വന്നേ ഒന്നും അറിയില്ല. അതിപ്പോൾ അവിടെ നിന്ന് സ്പ്രെഡായിട്ടുണ്ട്. അവിടുത്തെ അധികാര കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണോന്ന് അറിയില്ല. കാരണം ഇനിയിപ്പോൾ അവിടെ മുസ്ലിങ്ങൾക്ക് കിടന്ന് പൊറുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എവിടെയുള്ളത്, ബംഗാളിലുള്ളത്. BJP സർക്കാർ വന്നു. അതുകൊണ്ടാണ് അറിയാം എല്ലാം കൂടി കെട്ടി ഇറങ്ങിയിട്ട് ഇവിടെ പെരുമ്പാവൂർ കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. പെരുമ്പാവൂരാണോ അവരൊക്കെ എന്താ ഈ പെരുമ്പാവൂർ കേന്ദ്രമായ ആർക്കറിയാം. ഏതായാലും ഇവിടെ BNP സർക്കാർ അധികാരമേറ്റ ആദ്യ 100 ദിവസങ്ങൾക്കുള്ളിൽ BSFൻ്റെ വെടിയേറ്റ് 19 ബംഗ്ലാദേശികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടത്രേ. 24 പേർക്ക് പരിക്കേറ്റു. അതിൽ തന്നെ ഭൂരിഭാഗം പേരും മരണത്തോട് മല്ലടിക്കുകയാണ് എന്നും ജമാഅത്ത് ഇസ്ലാമി ആരോപിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രി സലാഹുദ്ദീൻ അഹമ്മദിൻ്റെ അതിർത്തി വിഷയത്തിലെ പ്രതികരണങ്ങൾ മുൻ മന്ത്രിമാരുടേത്, ഇന്ത്യൻ മന്ത്രിമാരുടേതിന് സമാനമാണെന്നും സർക്കാർ ഇന്ത്യയോട് മൃദു സമീപനം പുലർത്തുന്നു എന്നാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത്. അത് അവിടെ നടക്കുന്ന രാഷ്ട്രീയ അടി. ജമാഅത്ത് ഇസ്ലാമിക്ക് പുറമെ ബംഗ്ലാദേശ് ഖിലാഫത്ത് മജ്ലിസ്, ബംഗ്ലാദേശ് ഖിലാഫത്ത് മജ്ലിസ്, വെറും ഖിലാഫത്ത് മജ്ലിസ്, അമർ ബംഗ്ലാദേശ് പാർട്ടി, നിസാമെ ഇസ്ലാം പാർട്ടി തുടങ്ങിയതൊക്കെ ഈ പർട്ടിക്കുലർ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിൻ്റെ പുറകിലുണ്ട്. എന്നാൽ ബംഗ്ലാദേശ് പറയുന്ന പോലെ നമ്മൾ ആരെയും അങ്ങോട്ട് തള്ളിവിടുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആളുകൾ, ഇപ്പോൾ ദുബായിൽ പോകുന്ന നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ദുബായിൽ പോകുമ്പോൾ 3 മാസം വിസ, ചിലപ്പോൾ 6 മാസം വിസ എടുത്തിട്ടാണ് പോവുക. ഇപ്പോൾ പിന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ പോകാം, പ്രശ്നങ്ങളില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1 മാസം വിസ എടുത്ത് പോയി ആ 1 മാസം കഴിഞ്ഞ് 31-ാം ദിവസം നമ്മൾ പിഴ കെട്ടണം അവിടെ. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അവിടെ അല്ല പോയിണ്ടോ? അതുപോലെ ഇങ്ങോട്ട് അനധികൃതമായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന ആളുകളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നു. അല്ലാണ്ട് എല്ലാത്തിനും കഴുത്ത് പിടിച്ച് ചങ്ങലക്കിട്ട് മറ്റിങ്ങനെ റൊണാൾഡ് റീഗൻ അയ്യോ ട്രംപ് അവിടെ നിന്ന് ചങ്ങലക്കിട്ട് പറഞ്ഞയച്ച പോലെ ഒന്നും അയക്കുന്നില്ല. ഇവിടുത്തുകാരല്ലാത്തവർ, ബംഗ്ലാദേശികളായവർ, അവരവിടെ അനധികൃതമായിട്ട് താമസിക്കുന്നു, അവരാണ് പറഞ്ഞു വിടുന്നു. ആരെയും അതുകൊണ്ട് തന്നെ ബലമായിട്ട് തോന്നിയവരെ മുഴുവൻ പിടിച്ച്, മുസ്ലിം നാമധാരികളെ മുഴുവൻ പിടിച്ച് അങ്ങോട്ട് പറഞ്ഞു അതൊന്നും ഞങ്ങളിവിടെ ചെയ്യുന്നില്ലെന്ന്, നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യില്ലെന്ന് ബംഗ്ലാദേശിൻ്റെ ആരോപണത്തിനെതിരായിട്ട് നമ്മുടെ ഇന്ത്യൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഉഭയകക്ഷി വിദേശ പൗരന്മാരെ നിലവിലുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ ഉഭയകക്ഷി കരാറുകൾ അത് പാലിച്ച് കൃത്യമായിട്ടുള്ള രേഖാ പരിശോധനയ്ക്ക് ശേഷമാണ് തിരിച്ചയക്കുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.
പശ്ചിമ ബംഗാളിലും ആസാമിലും BJP സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ പിന്നാലെ ഈ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കുന്നതിനുള്ള ഡിറ്റക്റ്റ്, ഡിലീറ്റ്, ഡീപ്പോർട്ട് 3D. ഡിറ്റക്റ്റ്, ഡിലീറ്റ് എന്തായിരിക്കും അതിൻ്റെ അർത്ഥമില്ല. ഡിറ്റക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണം, ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയൽ, ഡീപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിടിച്ച് പുറത്താക്കൽ. അല്ല, ഡിറ്റക്റ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ദെൻ ഡീപ്പോർട്ട് ചെയ്യുന്നു. 3D. ആ ക്യാമ്പയിൻ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലെ തടങ്കൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഏകദേശം 4800 അനധികൃത കുടിയേറ്റക്കാർ ഇതിനകം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. 836 പേര് നടപടികൾ കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട. പറഞ്ഞു വരുന്നത്, ഇവരെല്ലാവരെയും ഒന്ന് കലങ്ങിത്തെളിഞ്ഞേ മതിയാകും. ഇപ്പോൾ ആധാർ കാർഡ് വന്നതിന് ശേഷം സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു രേഖയുമില്ലാതെ ഞാൻ ജീവിച്ചിരുന്നത്. പണ്ടൊരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു, പോയി, ഇലക്ഷൻ രേഖകളില്ല, അങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. പിന്നീടാണ് സ്കൂൾ SLC സർട്ടിഫിക്കറ്റ് എടുത്ത് അതിന് മുമ്പ് 10 രൂപ അവിടെ എവിടെയോ താലൂക്കിൽ എവിടെയോ കൊണ്ട് അടച്ച് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇപ്പം എല്ലാ രേഖകളും, ഇപ്പോൾ പേടിയാണ്, എല്ലാ രേഖകളും കയ്യിൽ വെച്ചിരിക്കുകയാണെന്നർത്ഥം. ഇതൊന്നും വിചാരിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അന്നത് ചെയ്ത് എത്രയോ നന്നായിരുന്നു. അല്ലെങ്കിൽ എന്നെയും പിടിച്ച് എവിടെയെങ്കിലും പറഞ്ഞയച്ചാൽ എവിടേക്കെങ്കിലും. ഇന്ത്യയിലുള്ള എല്ലാ ഇത്തരം മാലിന്യങ്ങളെ മുഴുവൻ ഒന്നുമില്ല അകത്തിടണം, അല്ലെങ്കിൽ പുറത്തിടുകയാൽ അവരെ രാജ്യത്തിലേക്ക് ഉന്തിത്തള്ളി പുറത്താക്കണം, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ കൊണ്ട് പാർപ്പിക്കണം. അതേ പറ്റൂ. അവർ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ഇന്ത്യക്കും അത് കഴിയും. പ്രത്യേകിച്ചും ബംഗാളിൽ ഇപ്പോൾ ഭരിക്കുന്ന RSSകാരാണ്. പിന്നെ അവരുടെ അതിർത്തിയിൽ നിന്ന് ഞൈ എന്ന് വിളിച്ചോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും കാരണവശാൽ അതിർത്തി ലംഘിച്ചാൽ അതുണ്ടാവുക. ആ ലംഘിക്കുന്ന കാല് ആരോട്ടും അറിയൂല. അത് രാഷ്ട്രീയം, അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടാവില്ല, അത് രാഷ്ട്രീയം, ഒരാളും അറിയില്ല. ആയതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലിരുന്ന് അലറിക്കോ, ഢാക്കയിൽ ദിവസവും പ്രകടനം നടത്തിക്കോ ഇന്ത്യക്കെതിരായിട്ട്. ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടവരെ പറഞ്ഞയക്കുക തന്നെ ചെയ്യും എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് സംഘപരിവാർ ഗവൺമെൻറ് പെരുമാറുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റിയ ഒരു ഭാഗ്യം, പണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാൻ വരുന്നൊരു ഭാഗ്യം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇതവരുടെ ദേശമല്ല. സമയമൊക്കെ കഴിഞ്ഞു, കാലം മാറി, കാറ്റ് മാറി വീശി തുടങ്ങി. ഇപ്പോൾ ഭരിക്കുന്നത്, കേന്ദ്രവും ഭരിക്കുന്നതും UP ഭരിക്കുന്നതും ബീഹാറും എല്ലായിടത്തും ഇവിടെ ബംഗാളൊക്കെയും ഭരിക്കുന്നത് സംഘപരിവാറാണ്. ഇനി ഇവിടെ രക്ഷയില്ല, പോകുന്നേ മാർഗമുള്ളൂ. നമസ്കാരം.